തനു സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ചക്കക്കുരു ഉണ്ടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ചക്കക്കുരു വെച്ചിട്ട് ടേസ്റ്റിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉണ്ടയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ചക്കക്കുരു തോല് കളഞ്ഞ് ബ്രൗൺ കളർ കളയണ്ട, പുറം തോല് മാത്രം കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞിട്ട് അതിനെ നന്നായി വറുത്തെടുക്കുക. തീ കുറച്ചും കൂട്ടിയൊക്കെ ഇടുന്നതാണ് നല്ലത്. ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ പുറം കരിയുള്ളൂ. നന്നായി ഉള്ളി വേവുകയും വേണം. ഇത് കഴിഞ്ഞിട്ട് നന്നായി പൊടിച്ചെടുക്കാനുള്ളതാണ്. ഇത് പ്ലേറ്റിലേക്ക് ഇടുന്ന സമയത്ത് നല്ലൊരു സൗണ്ട് ഉണ്ടാകും. അത്യാവശ്യമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സൗണ്ട് ഉണ്ടാകും. അങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ വേഗം പൊട്ടും. തണുത്ത് കഴിഞ്ഞാൽ പൊട്ടിച്ച് കഴിഞ്ഞാൽ നന്നായി പൊട്ടും. എന്നിട്ട് നമ്മളത് മിക്സിയിൽ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുക. ഫൈൻ പൗഡർ ആവണ്ട, ഒരു റവയുടെയൊക്കെ ആ ഒരു ടെക്സ്ചർ ആയാൽ മതി. അതിന് അടുത്തതായിട്ട് നമ്മൾ അതിലേക്ക് ശർക്കര പാനി ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 3 അച്ച് എടുത്തിട്ടുണ്ട്, മുഴുവനായിട്ട് എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് എത്ര മധുരം വേണോ അതിനനുസരിച്ചുള്ള ശർക്കര എടുത്താൽ മതിയേ. ശർക്കര പാവാക്കിയിട്ട് മാറ്റി വയ്ക്കുക. ഞാനിത് ഉണ്ടാക്കാനായിട്ട് നെയ്യും വെളിച്ചെണ്ണയും ചേർത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. എനിക്കിവിടെ നെയ്യ് കുറച്ച് കുറവായപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തതാണ്. അതുപോലെ 2 എള്ളും ചേർത്തിട്ടുണ്ട്. കറുത്ത എള്ളും വെളുത്ത എള്ളും ചേർത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒന്നായാലും മതി. ഇനി എള്ള് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായി പൊട്ടി വരണ്ട. പൊട്ടുന്നതിന് മുന്നേ ആയിട്ട് ചിരകി വെച്ച നാളികേരം ചേർക്കുക. അതിൽ ഏകദേശം വെള്ളം വറ്റിക്കുക. കുറച്ച് ദിവസം സ്റ്റോർ ചെയ്യാനുള്ളതാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെള്ളം വറ്റിക്കണം. നമുക്കിവിടെ അങ്ങനെ സ്റ്റോർ ചെയ്യുന്നില്ല, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ചക്കക്കുരുവിൻ്റെ ആ ഒരു പൊടി ചേർക്കുക. അതുപോലെ തന്നെ ശർക്കര പാനി, നമുക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി മാത്രം ചേർത്താൽ മതി. പിന്നെ അതൊന്ന് കുറുകി കിട്ടുകയും വേണം. അത് നമുക്ക് ഉണ്ട പിടിക്കാനുള്ളതല്ലേ, അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ഉണ്ടായിരിക്കണം അതിൽ. ഒരുപാട് ഹാർഡായിട്ട് വരണ്ട, അത്യാവശ്യം ഒന്ന് സോഫ്റ്റ് ആവണം. ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് ആ വെള്ളമൊക്കെ എല്ലാ ഭാഗത്തേക്കും ആക്കിയെടുക്കുക. നമുക്ക് ഉണ്ട പിടിക്കാൻ ഉള്ള ചൂടായി കഴിഞ്ഞാൽ അത് എടുത്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള വലുപ്പത്തിൽ ഉണ്ട പിടിക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ഉണ്ട. കുട്ടികൾക്ക് ഈവനിങ് സ്നാക്കായിട്ടും അല്ലാതെയൊക്കെ കൊടുക്കാൻ നല്ല രസമാണ്, നല്ല ടേസ്റ്റുണ്ട്. ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഉണ്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.